ജോക്കിയണ്ണ നമ്മള് 10 പെമ്പിള്ളാരെ സെറ്റ് ആക്കി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, നമ്മൾ ഈ 10 പേരെ സെറ്റ് ആക്കി 10 പേരുണ്ടല്ലോ, അതിനകത്ത് 9 പേര് ഉറങ്ങാൻ കിടന്ന് ജോക്കിയണ്ണ. 11 മണിയായോണ്ട് അവര് ഉറങ്ങണമെന്ന് പറഞ്ഞു. ഒരാളെ സെറ്റ് ആക്കിക്കൊണ്ട് വരാം, ബാക്കി 9 പേര് ഉറങ്ങി. അന്ന് ഈ 11 മണിക്കൊക്കെ പെണ്ണിനെ സെറ്റാക്കാൻ പറഞ്ഞു. എങ്ങനെ കൊണ്ടുവരാം? കൊച്ചുകൾ ഉറങ്ങിപ്പോയി. ഞാൻ വിളിച്ച് ഉറക്കമാന്ന് പിള്ളേര്. 10 പേര് 9 പേര് ഉറക്കമാ. ഉറങ്ങാത്ത ഒരാളെ ഉള്ളു. വിളിച്ചോണ്ടേ ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ ഇവനെയും ഈ ലുട്ടാപ്പിയാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങള് രണ്ടുപേര് എന്റെ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് 10 പെമ്പിള്ളാരെ ഒപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഈ പാതിരാത്രി 11 മണിക്ക് ആ പെമ്പിള്ളേരുടെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്ന അവന്മാര് എന്നെ പറ്റി എന്തോ വിചാരിച്ചാണ്. അല്ല അവളുമാരി അല്ല ഇവരോട് പറഞ്ഞാൽ മതി, പെമ്പിള്ളേരെ കിടന്നുറങ്ങി നാളെ രാവിലെ ആണെങ്കിൽ കാണിച്ചൊരടിന്ന് പറയാം. എന്നെ അല്ലാതെ പോവല്ലോടെ. എലി ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ എലി. ഓക്കെ, നമുക്ക് കുറച്ച് തിരക്കണം. ഒരു ഗ്യാങ്, നമുക്ക് ഗ്യാങ് ഒക്കെ ഉണ്ട്. പിന്നെ മോനെ ഇത് ബാല, ഇത് എലി, മറ്റേ പിള്ളേരില്ലാത്ത കക്കൂസ് മാത്രമുള്ള സ്കൂളിന്റെ അതുണ്ടല്ലോ ഇപ്പോഴും. എന്താ കോല ഇറ്റാച്ച് ചെയ്യാനല്ല, നീ വന്നിട്ട് എന്തോടാ മൈൻഡ് ഇല്ലാത്ത? ഇതാരാ ഇറ്റാച്ചി? നമ്മൾ ഇത്ര നേരം നമ്മൾ ഇവിടെ ജോക്കിയണ്ണനെ പറ്റി പറയലായിരുന്നു. ഏറ്റവും ലുക്ക് നിനക്ക് കേട്ടോ. അതൊരു 5 മിനിറ്റ് മുമ്പ് അവന്റെ ലുക്ക് കാണാനിട്ട് ആര് കണ്ടാലും മോനെ നീ ക്യൂട്ട് മോനല്ലേ മന്തു? എങ്കിലും എന്റെ മനസ്സിൽ ജോക്കണ്ണനാണ് ലുക്ക്. ഓ ആ ഒരു പിങ്ക് മുടിയും അല്ല ഒരു മേക്കപ്പ് മേക്കപ്പ് ഇട്ടില്ലടാ. മേക്കപ്പ് കണ്ണാപ്പി അത് ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണാപ്പി സർക്കം പോലെ ആവത്തില്ലേ ഇറ്റാച്ചി? നീ എന്ത് ആണുങ്ങളെ പോലെ ഇരിക്കുന്നതിനേക്കാളും ഭേദം ഒരു വ്യത്യാസം വേണം. അവന്മാരെ ഇരിക്കുന്നതിനേക്കാളും ഭേദം മഞ്ഞ കണ്ണായിരുന്നല്ലേ? എന്താടാ പണ്ടൊക്കെ ജോക്കിയെണ്ണം പറയായിരുന്നു ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറും പാടില്ല. ഇപ്പൊ നോക്കിയ കഴിഞ്ഞാല് ജോക്കിയെണ്ണനാണ് ഫുൾ ടൈം പെമ്പിള്ളേരുടെ ഒപ്പം. ജോക്കിയണ്ണ ഈ സിറ്റി പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെ ജോക്കിയണ്ണനെ പറ്റി പറയാം? കാര്യം പറയട്ടെ മോനെ ഇറ്റാച്ചി, ഞാൻ പെമ്പിള്ളാരോട് ഇടപഴകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേയറുടെ ഇലക്ഷൻ വോട്ട് പിടിക്കണ്ടേ? പിന്നല്ല നീ എന്തോ വിചാരിച്ചേ? അണ്ണാ അത് പറഞ്ഞപ്പോഴേ ജോക്കിയണ്ണ നിങ്ങൾക്കൊരു വലിയൊരു എതിരാളിയുണ്ട്. മന്ദാരം വിത്ത് സക്കർമിന്റെ ഇതാണ് വോട്ടിൻ ചിഹ്നം. സക്കർ ഫിഷ്. നീ എനിക്കെതിരെ നിക്കോടാ മന്ദാരം? നീ സക്കർമീനെ വാങ്ങിച്ചാടാ? എന്തിനു സക്കർമീനെ വാങ്ങിച്ചു? ജോലി ചെയ്യിപ്പിക്കുന്നു, സക്കർമീന്റെ ജോലി ചെയ്യിപ്പിക്കുന്നു, സക്ക് ചെയ്യിപ്പിക്കുന്നു. നീ എവിടാ എങ്ങനെ സക്ക് ചെയ്യിപ്പിക്കുന്നതാണ് എനിക്കറിയണ്ടേ. സക്കർ ഫിഷ് എന്ന് പറയുമ്പോ തന്നെ ചെറുത്. അപ്പൊ അതിന്റെ വായന മഞ്ഞത്ത് തണുപ്പത്ത് കുറുക്കുറെ. അതെല്ലാം നടക്കട്ടെ. എന്തോ മോനെ കുറുക്കുറെ അല്ലെന്ന് പറയുന്നതാണോ? അതിന് ചെറുത് ഇങ്ങനെ പറഞ്ഞു കല്യാണം മുടങ്ങുന്നുണ്ട്. എടാ മോനെ കല്യാണം ഒന്നും മുടങ്ങത്തില്ല. നിനക്ക് എത്ര പെമ്പിള്ളേരുണ്ട്? സിറ്റി മൊത്തം ഇപ്പൊ സക്രമിച്ചു. എടാ കല്യാണം മുടങ്ങുന്ന ബാല കുർക്കറയ്ക്ക് ഫാൻസ് ഇല്ലയോടാ? നീ വിഷമിക്കില്ലേടാ, നീ വിഷമിക്കില്ലേ മോനെ? ഇതൊക്കെ ഇതൊക്കെ എന്ത് എനിക്ക് കിട്ടിയ അത്ര ബാല അടുത്തത് കിട്ടി, ബാല അടുത്തത് കിട്ടി.
തണുപ്പത്ത് 5 രൂപയുടെ പാക്കറ്റും അല്ലാത്തപ്പോ 20 രൂപയുടെ പാക്കറ്റും. റെഫറൻസ് ഉള്ള എന്തായാലും അയ്യോ മന്ദാരം വിഷമമായടാ. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഇറങ്ങണം കേട്ടോ മന്ത്. കാരണം സക്കർ ഫിഷിന് എത്രയും ഫാൻസ് ആയി ഇപ്പൊ തന്നെ. എടാ നീ ഒരു കാര്യം ചെയ്യണം മന്ദാരം, നീ മറ്റേ നമ്മുടെ ഗാങ് ഹൗസിലെ മെയിൻ്റെ അവിടെ ഒരു ഓട കണ്ടുണ്ടോ, ഓട അതിനകത്ത് നീ ഒരു കാര്യം ചെയ്യും, ഒരു 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് 10 സക്കർ ഫിഷിനെ കൂടി ഇട്ടോ. നമുക്കേ ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എല്ലാരെയും കൂടെ പിടിച്ചേ വിടാം. എടാ എന്നാലും ഈ സക്കർ ഫിഷിന്റെ ഉപയോഗം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നീ ആണ് കണ്ടുപിടിച്ചത് മന്ദാരം. സക്കർ ഫിഷിനേക്കാൾ ചെറുതാണോ ഗപ്പി? ഗപ്പി പക്ഷെ സക്ക് ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ ഗപ്പി വാങ്ങിച്ചാനേ. മന്ദാരം വിഷമായോടാ നിനക്ക് ക്യൂട്ട് മണി? വിഷമത്തിന്റെ സൗണ്ട് കേട്ടിട്ട് തോന്നല്ലോടാ ഇത് കേട്ടിട്ട്. കരയുവാണോടാ നീ? കണ്ണാട മാറ്റി ഒന്ന് കണ്ണു നോക്കട്ടെ. കണ്ണട മാറ്റി കണ്ണ് നോക്കട്ടെ, കണ്ണ് കാണത്തുള്ളൂ, കണ്ണല്ലേ കാണൂ ബാല. അപ്പൊ നീ ഇവിടെ കാണുമല്ലോ ഇല്ലയോ ബാല? ഞാൻ പിന്നെ ഉണ്ടല്ലോ ചോദിക്കണ്ട വിളിച്ച നമ്മള് വരത്തില്ല നിങ്ങളുടെ നമ്പർ ചോദിക്കണ്ട. എന്റെ ഫോണേ ഒരു 15 മുമ്പത്തെ ഉള്ളതുകൊണ്ട് ഇപ്പൊ വർക്ക് ചെയ്യത്തില്ല. പുതിയ ഫോൺ വാങ്ങി കൊടുത്തിട്ട് വരാം. ഇത് വാങ്ങണം. ഫോൺ കൊടുത്തിട്ട് വാങ്ങി കൊടുത്തിട്ട് വിളിക്കുക കേട്ടോ. ഓക്കെ ബാല, അറക്കാൻ സെറ്റ് ആക്കുക വേഗം പോയിട്ടോ. എല്ലാം സെറ്റ് ചുമ്മാ ചുമ്മാ ഒരു തമാശ നീ അതങ്ങ് വിശ്വസിക്കണം. താരയൊക്കെ പോയില്ലേ? പിന്നെ പോയല്ലേ? മീനുകുട്ടിയെ കണ്ടായിരുന്നു? മീനുകുട്ടി എപ്പോ വന്നാലും ബാലച്ചൻ 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 അങ്ങനെ ഒരു സാധനം അറിയത്തില്ല. ഈ സിറ്റി ഓരോരുത്തർ പറഞ്ഞു നടക്കുന്നയാ നീ. പാവം കൊച്ച. അപ്പൊ മോനെ ബാല ഫോൺ സെറ്റ് ആക്കിട്ട് വിളിക്കും, കുറച്ച് പരിപാടി ഉണ്ട്. സെറ്റാക്കാം. ശരിടാ മന്ദാരം. ആ കേക്കേ അന്ന് വന്ന ഷൂ അല്ല സോഫ കുത്തി കീറി പോലെ. എന്താണ് ഡിസ്കഷൻ? അല്ല സ്കൂളിന്റെ കാര്യം പറയല്ലോ. സ്കൂളാ? ഓർമ്മയുണ്ട് എനിക്ക് സ്കൂളിൽ. അതെ അന്ന് ഞാൻ പൊട്ടിച്ചത്. വലിയൊരു കാര്യം പറഞ്ഞു. നിർദ്ദരായ പുള്ളിക്കാരൻ ഓഫീസിൽ ഇരിക്കായിരുന്നു കേട്ടോ, ഒരു ദിവസം പത്രമൊക്കെ വായിച്ചോണ്ട്. സാബ് ഗുരു ഇല്ലേ, ഡോറ് തുറന്ന ടേബിളിന്റെ വേണ്ട ചാടിക്കറി ചെവിളക്കൊരു അടിയും കൊടുത്തിട്ട് പോന്നു. 10,000 കോടി മുക്കിയേനെ. സീനൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാൻ ഉണ്ടാവും കേട്ടോ. ആലോചിക്കാൻ ഉണ്ടാവും. ആലോചിക്കാൻ നല്ല രസമുണ്ട്, ഫണ്ണല്ലയോ? പക്ഷെ അവൻ അടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇറങ്ങൂലേ വെളിയിലേക്ക് ഓഫീസിന്റെ. കേക്ക് കുറച്ച് ടഫാണ്. അപ്പൊ എലി നാളെ കാണാം കേട്ടോ. എലി സാബുര് കടിച്ചോ? കടിച്ചെന്നല്ലേ, അടിച്ചെന്ന് വിചാരമുള്ളൂ. സാബുര് കടിക്കാനായി. സാബുര് എന്തോ കൊരങ്ങനെ, ഇയാളെന്താ ആപ്പിളാ? അപ്പൊ എലി അപ്പൊ നാളെ കാണാം കേട്ടോ എലി. കേക്ക് വന്നേ ഒരു കാര്യമുണ്ട്. നടക്കണം. എടാ എല്ലാരും വിളിക്കാം കേട്ടോ. ശരി. അപ്പം മോളെ പോയിട്ട് വരാം. മോളെ അമ്മച്ചി പോയിട്ട് വരാം കേട്ടോ. എന്താണ് പരിപാടി? ഞാൻ മപ്പി കേക്കയുടെ സെക്യൂരിറ്റിക്ക് വന്നതാ. കേക്കയുടെ പുതിയ ആളാരാന്നറിയാവോ? എലി. എനിക്ക് നിങ്ങളോട് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ നോക്കിയപ്പോ ധൂമിലെ മറ്റേ ഋത്തിക് റോഷന്റെ കൂട്ടണ്ടേ ദേവക്കുട്ടിയുടെ കൂടെ ഫ്രണ്ടും പൊക്കി പോതാട്ടെ കുറച്ചു. ഇന്ന് സെയിലില്ലേ? ഇന്ന് വിളിച്ചില്ല. വിളിച്ചില്ല. നമ്മൾ എല്ലാ ദിവസവും വിളിച്ചാലും ആ ഒരു വാ ഇങ്ങനെ എന്തോ പറയാനുണ്ടോ? നീ അത് കേക്കട്ടെ. ഇത് കുഴപ്പമില്ല. ഇയാൾ എന്തുവാടോ മുതല വല്ലോ വന്നേ കിടന്ന് മുറുമുറുകുന്നു. എന്തു ഇയാൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറ.
ഇപ്പൊ പറയാൻ പറ്റില്ല. ഐ വിൽ ടെൽ യു ഞാൻ ഉണ്ടല്ലോ ഈ കയ്യിലെടുത്ത് തലകൂടി ഇട്ട് കടലെടുത്തെറിയും കേട്ടോ. ഇയാളെ പറഞ്ഞത് ഒരു കാര്യം പറയണ്ടെന്ന്. ഇപ്പൊ അല്ലല്ലോ വന്നേ അന്നേരം പറഞ്ഞാൽ പോരായിരുന്നു. ഇപ്പൊ ഇപ്പഴേ പറയുന്നേ പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന്. ഞാൻ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓർമ്മിക്കൂല്ലോ ഒരു കാര്യം പറയണ്ട വന്നിട്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വരും. എടോ തനിക്കെന്നാ ആദ്യമേ ഇതങ്ങ് പറഞ്ഞൂടെ? താൻ എന്തിനാ ഈ പുള്ളിക്കാരനോടെ പെമ്പിളാരോട് സെറ്റ് ആയിട്ടിരിക്കുമല്ലായിരുന്നു? അങ്ങനെ എണ്ണിപ്പിച്ച് എന്തിനാ? ബാക്ക് ടു പൊസിഷൻ. ഇയാള് പറയുമ്പോ ഇരിക്കാൻ വേണ്ടി നടുവൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ അവിടെ പോയി. ഇയാളെ ഇവിടെ ഇരിക്കാൻ പറയുമ്പോഴും എണ്ണിക്കാൻ പറയുമ്പോഴും ഇയാളുടെ അയ്യോ അത് പറഞ്ഞപ്പോഴാ ഈ പെമ്പിളാരെ കണ്ടിട്ട് എനിക്ക് കുഴപ്പമിട്ട് തീരുമാനം പെമ്പിളാരെ പോലെ തോന്നുന്നുണ്ടോ? മസാജസ് യു മീൻ? തിരുമുന്ന ആൾക്കാർ മസാജ് മസാജ് ഇതായിട്ട് പറഞ്ഞതാ. ഒരു ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ആ കാര്യം പറയട്ടെ. ഈ മസാജിങ് ഈസ് നോട്ട് എ ബാഡ്. നമ്മുടെ സ്പൈ അല്ലേ? സ്പൈ മിസ്റ്റർ എക്സിലാണോ? കേക്കയുടെ ഇടങ്കൈ. കേക്കയുടെ ഇടങ്കൈ. വലങ്കൈ പിന്നെ എവിടെ പോയി ബോഡി ഗാർഡായിട്ട് വന്നതാ. വിളിച്ചില്ല. നമ്പർ മാറി കേട്ടേ. പിന്നെ നമ്പർ മാറാൻ വഴിയില്ല. എന്നെ ഇങ്ങോട്ട് വിളിക്കണം, എന്നെ ഇങ്ങോട്ട് വിളിക്കണം. മനസ്സിലായോ? 30 സ്കൂൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഏത് പെണ്ണായാലും നമ്പർ മാറും. എന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കണം കാര്യം അറിയണമെങ്കിൽ. എന്റെ ആവശ്യമില്ല, അവളുടെ ആവശ്യം. മനസ്സിലായോ? അതെ അതല്ല ഒരു എന്നൊന്ന് പറയാൻ സമ്മതിക്കൂ. Give me 30 seconds. ഡുണ്ടുവിന് നമ്മുടെ ഗ്യാങ് ഹൗസിൽ കാണുന്നു പറഞ്ഞു. ഡുണ്ടുവിനെ ഗ്യാങ് ഹൗസ് കേട്ടെന്ന് പറഞ്ഞാൽ താനാരാ? ഡുണ്ടുന്റെ അച്ഛനോ? താനങ്ങ അവിടെ ഡുണ്ടുവിനെ കേട്ടാനും പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് താനാരോടോ? മറ്റേ കുപ്പിന്ന് വന്ന ഭൂതോ? എന്നൊരു കാര്യം ചെയ്യും. മിസ്റ്റർ എക്സ് ഓഫീസിനകത്ത് പുള്ളി ആ കൊച്ചിനെ പിടിച്ച് കസര ഇരുത്താന്ന് പറഞ്ഞാൽ താൻ ഇരുത്തൂ. നമ്മളൊരു 10 പെമ്പിളാരെ കൊണ്ട് അങ്ങോട്ട് വരട്ടെ. എന്തോന്ന് ആള് മീറ്റിംഗ് വന്നപ്പില്ല, മീറ്റിംഗ് വന്നപ്പില്ല. അല്ലെങ്കിൽ പിടിച്ച് കസര ഇരുത്തിയാനെ. ഡുണ്ടു ഏതാന്ന് മനസ്സിലായോ? ഓ ഡുണ്ടു ഏതാന്ന് മനസ്സിലായി. എന്റെ അടുത്ത് സോറി ഒക്കെ തുടങ്ങിയ സമയത്ത് കണ്ണാടി വന്ന് പൊട്ടിയിട്ട് എന്തോ ഡയലോഗ് അടിച്ചിട്ട് പോയ പെണ്ണ്. എന്റെ അടുത്ത് ഡുണ്ടു വന്നിട്ട് പിന്നെ സോറി ഒക്കെ പറഞ്ഞായിരുന്നു. എന്നോടും പറഞ്ഞു കൊച്ചാ. അപ്പൊ അത് ആഗ്രഹം പറഞ്ഞു വലിയ വലിയ വീടൊന്നും കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കോ. അയ്യോ നിങ്ങളുടെ ഒക്കെ അല്ലേ വലിയ വീട്, നമ്മള് കുഞ്ഞു ഓഫീസ്. ജോണി മാമനോടൊന്നും പറയോ, എനിക്ക് അവരെ കാണുമ്പോ പേടിയാ. റെസ്പെക്ട്ഫുൾ ഫിയർ കേട്ടോ, മറ്റേ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുമോന്ന് വെച്ചു. അടുത്ത വർഷം ഇയാളുടെ ആ കഴുത്തെ കിടക്കുന്ന ലോക്കറ്റ് കണ്ടോ? ഡി ഫോർ ഡുണ്ടു. നോ, ഡി ഫോർ ഡാഡി. ഇയാൾക്ക് ഷുഗർ കൂടി ഇരിക്കുവാണെന്ന് ആശുപത്രി റിപ്പോർട്ട്. ഷുഗർ ഡാഡി കേട്ടോ. ഇയാളെ മറ്റേ ഷുഗർ ഡാഡി സെറ്റപ്പ് കണ്ട. ഇയാള് അറിയാവോ? ഇയാൾ ഒലിപ്പീരായിരുന്നു അറിയാവോ? അമ്മായിമാരോട് താല്പര്യം ഇയാൾക്ക് അമ്മായിമാരോടും താല്പര്യം. നോക്ക് നിൽക്കുന്ന നോക്ക്. ഒരു ഡാഡി മെറ്റീരിയൽ ആണ് പുള്ളി എന്നാണ് പുള്ളി. കേക്കെ ഈ കഴുത്തിലെ ലോക്കറ്റില് ഡി ഫോർ വാട്ട്? കേക്കെ ഡി ഫോർ ഡി കമ്പനി ഇത് കണ്ടില്ലേ? അത് കഴിവുള്ളവന്മാരുടെ. അത് കഴിവുള്ളവന്മാർ. ഇത് ഷുഗർ ഡാഡി. നിക്കുന്ന നോക്ക്. വല്ല ഡ്രസ് സെൻസും ഉണ്ടോ കേക്ക്? എനിക്ക് എന്താ ഡ്രസ്സിന്റെ കുഴപ്പം? അങ്ങനെ കണ്ടോ? ഒരു മിനിറ്റ്. ഇതാരാ ഇത്? പുള്ളി മോന്റെ പേരെന്താടാ? അബു. അബു ഓർമ്മയില്ലേ? പിന്നെ ചിഹ്നം അണ്ടി അറിയാം. അത് പിന്നെ കശുവണ്ടി. ഒരു മിനിറ്റ്. എടാ നാറി, നിന്റെ അടുത്ത് ആരാടാ അണ്ടിയാണ് ചിഹ്നം എന്ന് പറഞ്ഞേ? നീ പെമ്പിളാരുടെ മുന്നിൽ വെച്ചങ്ങ് ഷൈൻ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നിർത്തിയേക്ക് കേട്ടോ. ചിഹ്നം വണ്ടി കശുവണ്ടി പറഞ്ഞപ്പോ എന്നെ കൊണ്ടൊന്നും അത് കശുവണ്ടി എന്നങ്ങ് പറഞ്ഞു വിടും നിനക്ക്. നീ എന്തോ നിന്നെ അണ്ടി പിടിച്ച് തൂങ്ങുന്ന എന്തോ? നീ കശു വരെ കുറച്ച് പ്രയാസമുണ്ട്, അണ്ടി വരെ. നീ ആ ഭരചന്ദ്രനോട് കേസ് വിടറാ. നീ നിന്റെ വോട്ട് എനിക്ക് വേണ്ട അലവലാതി. EMS ആയാലും ഏതവനായാലും
ദേഷ്യം എന്താ വരുന്നുണ്ടോ കാര്യം എന്താ? ഇതിനെ ആ എലിയുടെ മുമ്പ് വെച്ചിട്ട് ഓനെ ഓർമ്മയുണ്ടോ ചോദിച്ചപ്പം ചിഹ്നം അണ്ടിയല്ലേ എന്ന്. കൊച്ചർക്ക എന്റെ നീല മുടി പിടിച്ചോ മണ്ണിനകത്ത് പൂഴ്ച വെക്കും കേട്ടോ ഞാൻ. പച്ച 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 പച്ചയായാലും നീല എന്താണേലും പിന്നെ കാണത്തില്ല നീലയും പച്ചയും കാണത്തില്ല തിരിച്ചറിയാത്ത തല ഇതിനകത്ത് കിടന്ന് തല നിന്റെ താജ് കാലിനകത്ത് നമ്മൾ ചിലങ്ക ഡാൻസ് കളിപ്പിക്കും കേട്ടോ. മഞ്ഞ റിഫ്ലക്ടർ അടിച്ചോണ്ട് ഇറങ്ങിയേക്കോ ഇറങ്ങിയേക്കോ അവൻ. നിന്റെ ജോലി കഴിഞ്ഞില്ലേ ബുക്കൂടെ ഒന്ന് നീ പൊക്കി കഴിഞ്ഞില്ലേ പോടാ ഇറങ്ങി പോ പോ മുതുക്ക ഡ്യൂട്ടി. ആ മുതുക്ക് ഡ്യൂട്ടി നിന്റെ അവന്റെ മുതുക്ക് ഡ്യൂട്ടി അവന്റെ. അപ്പൊ ഇവനെ പോടാ നിന്റെ പെരട്ട വണ്ടി. നിന്റെ അമ്മച്ചിക്ക് വല്ലതും ചിരിക്കാൻ വേണം. മന്ദാരം പറയടാ. അണ്ണു ഒന്ന് മിസ്റ്റർ എക്സ് ഗാംഗോസി ആയിരുന്നു, ഒന്ന് വരുമോ? മിസ്റ്റർ എക്സ് ഗ്യാങ് ഹൗസിൽ വരുന്നു. അയാൾ എന്റെ മുമ്പിൽ എന്തോ മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്. ആ ഓക്കെ 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 ഗ്യാങ് ഹൗസിൽ വരാം. ഞാൻ മിസ്റ്റർ എക്സിനെ ചേർത്ത് വരണോ അതോ? അതെങ്ങനെയാലും കുഴപ്പമില്ല. ആ ശരി 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 ഓക്കെ. എടോ താൻ ടിവിയുടെ ഗ്യാങ് ഹൗസിൽ പോണോന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അത് മറ്റേ XMD ആയിരിക്കും. ആ XMD. ഞാൻ എന്തിനാ എന്നെ തന്നെ വിളിക്കുന്നത്? വാട്ടർ കുടിക്കാതിരുന്ന് കഴിഞ്ഞ് തലയ്ക്ക് എന്തൊരു സൂര്യാഘാതം. ആ മന്ദു അത് മിസ്റ്റർ എക്സ് അല്ലടാ, അത് XMD. ആണല്ലേ? അത് ആര് വന്നിട്ട് ചുമ്മാ ഇല്ല കമ്മ്യൂണിറ്റി സർവീസിന് വരാൻ വേണ്ടിയിട്ട് പറയുന്നത് മനസ്സിലായി. 1 മണിക്കൂർ നമ്മൾ മറ്റേ ഡ്രസ്സ് കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാവരും പൊക്കണം എന്നുള്ള പരിപാടി. അത് ഞാൻ പണ്ട് പോയിട്ടുണ്ടോ? അത് താല്പര്യമുള്ളവരെ പറഞ്ഞു വിട്ടാൽ മതി. കോഴ്സും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വർഗീസ് മാപ്പിള എടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല എങ്ങനെയാ ജോക്കി നമ്മള് ഞാനിപ്പോ പി ആയിട്ടിരുന്നിട്ട് നിങ്ങളുടെ ചിഹ്നം ഇതാന്ന് പറഞ്ഞിട്ട് എടോ എന്റെ ചിഹ്നം അതല്ലടോ. പിന്നെ എന്താടോ അത് ഇട്ടിട്ടില്ലടോ. സുതിച്ചു വരുന്ന സൂര്യനാണ് ആക്ച്വലി എന്റെ മനസ്സിലുള്ളത്. താൻ എന്തോ പറഞ്ഞാലും ഈ കിടന്ന് മറ്റേ ഈ ഡാക്കിനെ ചിരിക്കുന്നതാണ് കിടന്ന് ചിരിക്കുന്ന എന്തിനാ? ജോക്കി സൂര്യൻ എന്നത്തോ സുതിച്ചില്ലെങ്കിൽ നിങ്ങക്ക് ചിഹ്നമില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിത് ഔട്ട്സൈഡ് RP പറയോ കേട്ടോ. ഔട്ട്സൈഡ് RP പറയോ. ഭയങ്കര കേവലമില്ലാത്ത ഒരു നിലവാരമില്ലാത്ത ഒരു 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 ജോക്കി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓറ ഒരു 50 വട്ടം എന്റെ മുമ്പിൽ തന്നെ പോയി. അത് ഓറ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഓറ കൂട്ടാനല്ല ഞാൻ സിറ്റിക്കകത്ത് നിൽക്കുന്നേ. എനിക്ക് ഓറ കുറേയും കൂടും, മനസ്സിലായോ? സ്കൂള് ഒരു മിനിറ്റ് ജോക്കിയുടെ ഓറ പോയാലോ നമ്മളില്ലേ ഓറ തരാൻ വേണ്ടി. ഒരു മിനിറ്റ് ചുറ്റും നിന്ന് നമ്മൾ ഓറ തരത്തില്ലേ? ജോക്കിയുടെ നടന്നു വരുമ്പോ ആ എലിയുടെ അവിടെ ഇരിക്കുന്ന സ്കൂളില് നമുക്ക് അല്ല ആവശ്യമുണ്ടോ ആക്ച്വലി? അതിന്റെ ആവശ്യമുണ്ടോ ആക്ച്വലി? അല്ല അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് പൊളിച്ചു മാറ്റിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിപ്പോ എനിക്ക് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ പൊളിച്ചു മാറ്റത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കേക്കെ ഒരു കുഴപ്പമില്ല. ആ ഓക്കെ അതൊന്നറിയാൻ എന്തോ കേട്ടില്ല. എന്താണ് ഇതെന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? കാല് പിടിച്ചാണോ? പിന്നെ ബാക്കി പറ. എന്തോ കേക്കട്ടെ. ഒന്നുമില്ല. ഓറയിൽ ഇനി മുതൽ നമ്മൾ ജോക്കി എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ഓറയെന്ന് വിളിക്കുന്നത്. മിസ്റ്റർ ഓറാന്ന് വിളിച്ചാൽ കേട്ടോ. മിസ്റ്റർ ഓറ. അപ്പൊ ശരി എന്നാ വിട്ടോ വണ്ടി വിട്ടോ. അപ്പം കേക്കേ ഇയാളെന്തുവാ കേക്ക്? ഇയാളെന്തു കണ്ട അപ്പൊ കണ്ടു കഴിഞ്ഞ അപ്പൊ നിക്കാൻ വയ്യാത്തോണ്ടായിരിക്കും. നിക്കാൻ വയ്യാത്തോണ്ടാന്നും പറഞ്ഞിട്ട് 24 മണിക്കൂർ ഈ പെമ്പിളാട് ചൊല്ലിക്കൊണ്ട് ഇയാൾക്ക് നാണമില്ല. ഇയാൾക്ക് കേക്ക് ഒരു കാര്യം പറയുവാണെങ്കിൽ ഉച്ച സംസാരമൊക്കെ കഴിഞ്ഞോ? ഇതൊക്കെ ആരാ? ഇതൊക്കെ എന്റെ ദൈവമേ. ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. ഹലോ അണ്ണു. മന്ദു മോനെ. പറയണു. നീ കഴിച്ചായിരുന്നോടാ?
ഇല്ലാണ്ട് കഴിച്ചില്ല. നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ വിഷമമായിട്ടുണ്ടോടാ? ഇല്ല ഇല്ലാണ്ട് എന്ത് വിഷമം? അല്ല നീ പറ, നീ തുറന്ന് സംസാരിക്കും. എന്തേലും ഇല്ലാണ്ട് ഒരു വിഷമമില്ല. എന്റെ സൗണ്ട് കേട്ടിട്ട് എന്തോ ഒരുമാതിരി നീ വിഷമിച്ചിരിക്കുന്ന. ഇല്ലാണ്ട് ഇല്ല, ഞാൻ ആ ഒരു ഇതിൽ എടുത്തിട്ടുള്ളൂ. അത് പിന്നെ സത്യമാകുമ്പോ സത്യമല്ലേ മോനെ പറയാൻ പറ്റൂ. നീ സത്യം കട്ട് ചെയ്യടാ അവൻ. നെറ്റ്വർക്ക് പോയതാ. ആ അത് വിടറ മോനെ. ബാലൻ ഫോൺ കിട്ടിയായിരുന്നു അവന്? ബാലിന് ഫോൺ കിട്ടിയില്ല. ഫോൺ കിട്ടിയില്ല. നീ എവിടെ ഉണ്ട്? എന്താ പരിപാടി നിങ്ങള്? മിസ്റ്റർ എക്സോട് മീറ്റിംഗ് സാർ. മണ്ണു. എടാ മിസ്റ്റർ എക്സ് അല്ലടാ മുതുമണ്ണേ, അത് XMD ആണ്. ഒരു മിസ്റ്റർ എക്സ് ഉണ്ട്. എടാ മിസ്റ്റർ എക്സ് എന്റെ മുമ്പിൽ നിൽക്കുമല്ലേ? നിങ്ങളവിടെ ഗ്യാങ് ഹൗസിലുണ്ടോ? അവിടെ ആരൊക്കെയുണ്ട് ഗ്യാങ് ഹൗസിൽ? മിസ്റ്റർ എക്സും XMD രണ്ടുപേരും ഒന്നിച്ചാണ്. യോമാരെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരുമോ? വെയിറ്റാക്ക്. സഹോദര ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റൂ? ഇല്ലല്ലോ. ഇത് നിങ്ങളുടെ വണ്ടിയാണോ? ഇത് ആരുടെയും വണ്ടിയാണോ? അതൊന്ന് എടുത്തു തരുമോ മോനെ? ഞാൻ ഒന്ന് ഗ്യാങ് ഹൗസിൽ പൊക്കോട്ടെ. ആ താങ്ക് യു കേട്ടോ. ഓക്കെ. വേണ്ട മോനെ വേണ്ട മോനെ, ആയി മോനെ. നാണം കെട്ടാനേ ഇപ്പൊ. സത്യം പറഞ്ഞ ഈ കാറിനെക്കാട്ടിലും വിളിച്ചിരുന്നത് ബൈക്കാണ് ആക്ച്വലി. അങ്ങനെ ഇടിച്ചിടിച്ച് ഇങ്ങനെ പോകാം. എനിക്കൊരു ബൈക്ക് എടുക്കണം. എനിക്ക് ബൈക്കാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടെ XMDയും കിണ്ടിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഓക്കെ, നമുക്കപ്പോ അതില് എത്ര പേയ്മെന്റ് കിട്ടണം? ശരിക്കും പറഞ്ഞ മറ്റേ ലക്കി സിനിമയിൽ അല്ലു അർജുൻ പോലീസ് ആവുന്ന പോലെ. രാഘവ്ജി, ആ എന്താണ് പരിപാടി ഇവിടെ? നമ്മള് മറ്റേ ഇന്നലത്തെ കമ്മ്യൂണിറ്റി സർവീസ് ഇല്ലേ, അതിനെ കുറിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നതായിരുന്നു. ഇപ്പൊ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുള്ളത് കൊണ്ട് വിശദമായിട്ട് പറയണോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതുപോലെ നിങ്ങളുടെ ഫാമിലി അവരുടെ കൂടെ വന്നതാണ്. ഇവർക്ക് കംപ്ലീറ്റ് മീറ്റിംഗ് സെറ്റ് ചെയ്യുന്ന നമ്മളായിരുന്നു. ഓ അങ്ങനെ ഇവരുടെ ഇതിലാണ് മീറ്റിംഗ് സെറ്റ് ആക്കിയിരിക്കുന്നത്. മാപ്പിള വന്നില്ല? മാപ്പിള മറ്റേ സമ്പർക്കം പോലെ വന്ന് പോകേണ്ടി വരും, പുറത്തു പോകേണ്ടി വന്നു. അത് നിങ്ങളെ ഫാമിലി മെമ്പർ അല്ലേ ലോല? അതെ അതെ അതെ. ലോലന് ഒരു 2 മാസമായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി സർവീസ് ചേരാൻ വേണ്ടിയൊക്കെ. അതെ അതെ. അതായത് നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് ചോദിക്കോ ഇങ്ങനെ താല്പര്യമുണ്ട്, എക്സംപ്ലേറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ബാക്കിയുള്ള പിള്ളേരെയും കൂടെ പറഞ്ഞു വിട്ടെ, ഒരു ദിവസം നമുക്ക് ഒരു ദിവസം സെറ്റ് ചെയ്ത് വിടാം. അറ്റ് എ ടൈം നിങ്ങൾ എത്ര പേരെ ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ മാക്സിമം 5 പേര്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. 5 പേരാണ് വരുന്നത്. ഒരു കാര്യം ചെയ്യും മന്ദാരം, ഓരോ ദിവസം ഒരു 5 പേരെ സെറ്റ് ആക്കിയിട്ട് പോകട്ടോ. അതിപ്പോ താല്പര്യമുള്ളത് മാത്രല്ല, ഇപ്പൊ നിങ്ങള് ഇത് ഫാമിലിന്റെ ഇഷ്യൂ വരുമ്പോ എന്തെങ്കിലും പണിഷ്മെന്റ് ഇതൊക്കെ കൊടുക്കല്ലേ, അങ്ങനത്തെ രീതിയിലും നമുക്ക് കമ്മ്യൂണിറ്റി കെയർ കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഇത് കോ ലീഡർ അല്ലെങ്കിൽ ലീഡർ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു തന്നാല് അത് കംപ്ലീറ്റ് ആക്കി കഴിയുന്നവരെ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും, എത്ര മണിക്കൂർ എന്നുള്ളത്. അത് കൊള്ളാം. അതായത് ഇപ്പൊ മറ്റേ നോർമൽ വളണ്ടിയർ ആയിട്ട് വരുന്നതിന് ഇത് നിർബന്ധമില്ല, എത്ര മണിക്കൂർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല, അത് നിങ്ങളെ ഇഷ്ടം. അത് ഇത്രയും വർക്ക് ചെയ്യാം, മിനിമം 1 hour. പണിഷ്മെന്റ് തരുന്നതെന്ന് വെച്ചാൽ അത്ര മണിക്കൂറാണ് അവര് തരുന്നത്, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം.
അത് കംപ്ലീറ്റ് ആവുന്നവരെ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫാമിലി ഡീറ്റെയിൽ ഇത് വർക്ക് ഇതൊക്കെ തുടരാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ ഇതാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായി. അപ്പം അത് ശരിയാക്കാം സാർ രാഘവ്ജി, അത് കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞായിരുന്നു, വന്നില്ല. ആരാ? അല്ല മറ്റന്നാളാണ്. മറ്റന്നാളാണ്. ഓക്കെ. അപ്പൊ ഓക്കെ. എന്തായാലും ബാക്കി ഡീൽ ചെയ്തിട്ട് ഇവരെ സെറ്റിൽ ആക്കി വിടുക കേട്ടോ. എന്തായാലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഇതിലുള്ളത്? പിന്നെ ഡൗട്ട് PSC പരീക്ഷ ഒരു കറുത്ത ടീഷർട്ടും വെള്ള പാൻറ്റും ഇടിപ്പിച്ചിട്ട് റോഡ് മൊത്തം ഓടിച്ചിട്ട് 2 പേരെ പൊക്കാൻ പറയുന്നതാണ്. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു സാധനം ഇടാം. ഈ 1000 പോയിന്റ് ഉള്ളവരെ ഔട്ട് ഓഫ് നോവെയർ ഞാൻ നോർമൽ കോൾ ചെയ്യാം. ഇത് പക്ഷെ 1000 പോയിന്റ് വെക്കാം കേട്ടോ. 1000 പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കോൾ എ സ്ട്രീമർ 2000. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും അർത്ഥം പോലും ചെയ്യാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇന്ത്യയിലൊക്കെ 2000 പോയിന്റ് ഉണ്ടോ? നീയൊക്കെ അല്ലേടാ കള്ളന്മാരെ പറഞ്ഞ നിന്റെ ഒന്നും പോയിന്റ് ഇല്ലാന്ന്. എന്താടാ എടാ സക്കർഫിഷിന് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞോ? എത്ര മണിയാടാ ഇപ്പൊ? 11:40. ശരി. ബാല ഇങ്ങോട്ടൊന്ന് ലൈറ്റാച്ച് ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഇത് എവിടെ പോകുന്നടാ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു കറുത്ത ഷർട്ടും ഒരു വെള്ള പാൻറ്റും ഇടും, അതിനകത്ത് 2 കൊന്തന്മാരെ കുടിച്ച് നമ്മളെ വണ്ടിക്കകത്ത് വരുത്തും. അല്ല ഇങ്ങനെ പിന്നെ ഞാൻ വോട്ട് പിടിക്കാൻ നടക്കുന്നത് വെമ്പിളാടുത്ത് കുറിച്ച് സംസാരിക്കുന്നത് പറഞ്ഞ് ഇന്ത്യക്ക് വിചാരം ഗാംഗോസ് പെണ്ണിനെ കയറ്റാം. നമ്മളില്ല കൂടെ. അപ്പൊ ഈ വോട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ കൂടെ സെറ്റ് ആക്കി തരണ്ട കുറച്ച് ആൾക്കാരെ അതിന് വേണ്ടിട്ട്. പിന്നെ അല്ലാതെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ അതൊന്നും ഇല്ല. ഒരു കറുത്ത ടീഷർട്ടും ഒരു വെള്ള പാൻറ്റും എടുത്ത് തന്നിട്ട് റോഡിലുള്ളവരെ മൊത്തം പൊക്കാൻ പറയും. ഇതാണ്. രണ്ടവന്മാര് കൂടെ കയറുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ഫണ്ണായിരിക്കും ഇറ്റാച്ചി. 2 പേര് നമ്മുടെ കൂടെ കയറും. അല്ല ഇതിപ്പോ ആണുങ്ങളാണോ? ആണുങ്ങളാ. അതിനകത്ത് പെമ്പിളാരും ആരുമില്ല. ഇല്ല. എന്നാ പിന്നെ വേണ്ട അല്ലേടാ ബാല? വേണ്ട. നമ്മള് വോട്ട് പിടിക്കണമെങ്കിൽ പെമ്പിള്ളാരാകുമ്പോ പെട്ടെന്ന് ആവശ്യം വരുമ്പോ നമ്മളില്ലേ ജോക്കിയാണ് കൂടെ. പെമ്പിള്ളാരാകുമ്പോ പെട്ടെന്ന് മനസ്സിലാവും, പറഞ്ഞു മനസ്സിലാക്കാം. ജോക്കിയാണ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കുത്തും. പീടിയിൽ ഇതേപോലെ ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. ഒരു മിനിറ്റ്, മയില് പിടിക്കാനായിട്ട്. എടാ ചുമ്മാ അല്ലടാ ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞ 2000 ഇട്ടേക്കുന്നേ മയില്. ഇനിയൊക്കെ നീ ഒന്ന് അയച്ചു കഴിഞ്ഞാ. എടാ വിക്കെ, താങ്ക് യു ഫോർ ദ 10,000 ഫ്ലെക്സ് മന്നെ. താങ്ക് യു സോ മച്ച് ടാ.
ചുമ്മാ മഴയും നനഞ്ഞ് കിടക്കുന്ന ഒരു സാധനം. ഇനി നീ കോളേജ് നമ്പർ ഇടറാ. അവിടെ ബാസ്കറ്റ്ബോൾ കോർട്ട്. നിങ്ങൾ ഇട്. ഇവിടെ ഇത് വെക്കാൻ ആർക്കാ മനസ്സ് തോന്നിയത് ഇത് ഉണ്ടാക്കിയപ്പോ? എന്തുവാടാ അറ്റ്ലീസ്റ്റ് ഒരു വണ്ടിയെങ്കിലും പാർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല കൊണ്ട് കളഞ്ഞത്. ടേബിൾ ടെന്നീസ് വെച്ചേക്കുന്നത് ഇവിടെ ശരീരമാണെങ്കിൽ ഒരുത്തന്മാരെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ആര് പറഞ്ഞു? മന്ദാറിന്റെ ശരീരമാണ് പണിയെടുക്കാനാണ് ഇപ്പൊ പോയത്. പോയി അവൻ നിർത്തി ഹോസ്റ്റും ചെയ്തിട്ട് പോയി അവൻ. മന്തൂട്ടം പോയി. എടാ മോനെ കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ എടാ ഇറ്റാച്ചി ബാല ഇലക്ഷന്റെ പ്രചാരണം ഭയങ്കര ഇലക്ഷൻ എന്താണ്? മേയറിന്റെ ഇലക്ഷൻ എടാ പൊട്ടാ. അതെന്താണ്? 2 മാസത്തിന് വരും. 2 മാസം. അപ്പൊ ജോക്കാണ് ശരിക്കും ഇതിനകത്ത് ഉണ്ടല്ലേ? എടാ എനിക്കെതിരെ മത്സരിക്കുന്ന ആരാ? മറ്റേ ഡൂഡില്ലേ? ഡൂഡ് പിന്നെ ഈ 2-3 ആൾക്കാരുണ്ട് ആക്ച്വലി. അതൊന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജോക്കിയുടെ ഇലക്ഷൻ പാട്ടൊക്കെ ഇറങ്ങിയെന്ന് ഞാൻ കണ്ടല്ലോ. മോനെ ഒന്നും പറയണ്ട, ഇവിടെ പ്രചരണമാണ് മൊത്തത്തിൽ. പ്രചരണമാണ് മൊത്തത്തിൽ. എടാ ഇത് MRC-ക്കാർ ഇട്ടുകൊണ്ട് നടക്കുന്ന ലോക്കറ്റ് അല്ലേടാ ഇറ്റാച്ചി? ഇത് ഞാൻ അല്ലേ MRC-യുടെ എല്ലാവരുടെയും കഴുത്തിൽ ഈ ലോക്കറ്റ് ഉണ്ട്. ഇന്നലെ ഞാൻ അവന്മാരെ അതിനുവേണ്ടി മറ്റേ മാക്കിനെ കളിയാക്കിയതേ ഉള്ളൂ. അയ്യോ ഞാൻ ഇത് ഇട്ടോണ്ടിരുന്ന ലോക്കറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ ഇറ്റാച്ചി, ഇത് മാറ്റിയിട്ട് മറ്റേ കുരിശുണ്ടോ? കുരിശൊന്ന് ഇട്ട് നോക്കിയേ. സെറ്റ് എന്റെ കുരിശ് പിന്നെ എന്റെ നെറ്റിയിലുള്ളതുകൊണ്ടാണ് ഞാൻ കുരിശ് നെറ്റിയിലും കഴുത്തിലൂടെ കിടക്കട്ടാ, നെഞ്ചത്തും കൂടെ ആവട്ടെ കുരിശ്. ഈ സൈഡ് കുരിശ്. എടാ അപ്പഴേ ഞാൻ പോയിട്ട് വരാം. ബാല ഇറ്റാച്ചി ബാല നമ്പർ എടുത്തില്ലേ നീ? ഇല്ല ഞാൻ ഫോണേ എടുത്തില്ല. ഫോൺ എടുക്ക്. ഫോൺ വാങ്ങിച്ചിട്ട്. ശരി ഇറ്റാച്ചി ഫോൺ വാങ്ങിച്ചോടാ. ഇതിപ്പോ വന്ന ബൈക്ക് അതാണല്ലോ. ഇത് എവിടെ കയറി പോന്നടാ? എവിടെ കയറി ഞാൻ മുറുക്കിലാക്കി തരാം. കണ്ണിഞ്ഞൊക്കെ ലിഫ്റ്റോ അങ്ങനെ കണ്ടാണ്. വല്ലവന്റെ വണ്ടിയാണേ. അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇലക്ഷനൊക്കെ വെള്ളയൊക്കെ ഇട്ട് ഇറങ്ങണ്ടേ ചോദിക്കണം നമുക്ക്. എന്തിനാടോ നമ്മളെ കോലത്തിൽ തന്നെ നമ്മുടെ ഐഡന്റിറ്റി ഇട്ടൊരു പരിപാടി ഇല്ലേ? ഞാൻ പറയട്ടെ, നമ്മുടെ ഇതെന്താണ് ഇലക്ഷന്റെ ആ ഒരു ചിഹ്നമാണ് ഉദിച്ചു വരുന്ന സൂര്യൻ. ഈ വാസു കശുവണ്ടിന്ന് കിട്ടാലോ? അത് സൂപ്പർ. അത് ജോക്കി ഡണ്ടിക്ക് കുത്തി എന്ന് പറയാം. പോടാറങ്ങി അതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. ജോക്കി അണ്ണന് പറ്റിയ ഉദിച്ചു വരുന്ന സൂര്യൻ എങ്ങനുണ്ട്? അതൊക്കെ സ്ഥിരമുള്ളതല്ലേ. വിസിൽ വേണ്ട, കണ്ടല്ലോ. വിസിലൊക്കെ പ്രശ്നമാണ് ആക്ച്വലി. നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ച് പറയാം. ഞാൻ പിടിച്ചിട്ട് വരാവേ. നിങ്ങൾ വണ്ടി എടുത്തു. ശരി പിള്ളേരെ പിടിക്കോ. കുതിരയിട് ലോകോ. ജയിക്കാൻ വേണ്ടിട്ടേ എല്ലാ പെൺപിള്ളാരെയും ഞാൻ ഈ പോട്ട് പിടിക്കുന്നേ കൊള്ളാം. അല്ലാതെ എന്തേലും കാണിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിയുന്ന വരെയുള്ള ഈ ഒരു പിടിയൊക്കെ, അല്ലാണ്ട് ഒരു പിടിയും നമ്മള് നമ്മളങ്ങനത്തെ പിടിയൊന്നുമില്ല. ഇല്ല ഇലക്ഷൻ കഴിയുന്ന വരെ ചെറിയൊരു പിടിയാണ്. കാരണം വോട്ട് നമുക്ക് വേണം. അതിന്റെ ഒരു പിടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു പിടി പിടിയൊന്നുമില്ല. അത്രേ ഉള്ളു. വാ, 2 പിടിക്കോ.